ഒരാൾ വന്നിട്ട് CM വലിയമാനോട് പറഞ്ഞു, ഞാൻ 1-2 കറാമത്ത് പറഞ്ഞ് നിർത്തുകയാണ്. CM വലിയമാനോട് പറഞ്ഞു, എനിക്ക് ആൺകുട്ടികളിൽ നിങ്ങൾ ദുആ ചെയ്യണം, എനിക്കൊരു ആൺകുട്ടി വേണം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എനിക്ക് ആൺകുട്ടി അടുത്തതിൽ ആൺകുട്ടി ജനിക്കും. ജനിച്ചു നോക്കുന്ന പെൺകുട്ടിയാണ്. ദിനാനങ്ങളുടെ ചരിത്രത്തിൽ ഇതേപോലെ കാണാം. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മൗല ജലാലുദ്ദീൻ ഞങ്ങളുടെ ചരിത്രത്തിൽ കാണാം ഇതേപോലെ. അങ്ങനെ പാപ്പന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാപ്പ കുട്ടി എന്നെ പറ്റുന്നു, പക്ഷേ ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. ഉടനെ തന്നെ പറഞ്ഞു, ഇല്ല ഞാൻ പോയി നോക്കുന്നത് ആൺകുട്ടി തന്നെയാണ്. പെൺകുട്ടിയായി ജനിച്ച ആ കുട്ടിയെ പിന്നീട് ചെന്ന് നോക്കുമ്പോൾ ആൺകുട്ടിയാണ്. മഹാന്മാരുടെ കറാമത്തുകളിൽ ഇതേപോലെ വളരെയധികം കാണാം. അതുപോലെ തന്നെ മരിച്ചവരെ ഹയാത്താക്കുക. 1-2 സംഭവം എന്നെല്ലാം അമ്പർത്ത് മാപ്പ് ചെയ്തിട്ടുണ്ട്. CM വലിയ ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് അത് അനുഭവമുണ്ട്. കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചെറുശോലയിലെ ഒരു ജുമാഅത്ത് പള്ളിയിലെ ഒരു മുതഅല്ലിം, ഇത് പള്ളി എനിക്കറിയാം, ഒരു മുതഅല്ലിം അവിടെ ഒരു ചോലയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അടുത്തുള്ള ഒരു പാമ്പിനെ കണ്ടപ്പോ കല്ലെടുത്തെറിഞ്ഞപ്പോ ഈ പാമ്പിന് മേത്ത് തട്ടി. പിന്നെ അത് മുതലേക്ക് ഈ കുട്ടിക്ക് എപ്പോ നോക്കിയാലും പുറത്തിറങ്ങിയ കുട്ടിയുടെ കേറുകൊള്ളു, ഫ്രമ്മിന്റെ ഏറുന്നു. തിരിച്ചു വരാൻ കഴിയൂല, പിടിക്കാൻ കഴിയൂല. അവസാനം വിഷമിച്ച് പള്ളിയുടെ ഒത്തുക്കും ചിലപ്പോൾ കയറി വരും. അവസാനം ഓക്കെ ഉസ്താദിന്റെ അടുത്ത് ഈ മൂലയിൽ വന്നത്ര ഉസ്താദ് പറഞ്ഞതിന് പരിഹാരമില്ല. മമ്പുറത്ത് പോയി പറഞ്ഞ ആളിനെ. സഹോദരന്മാരെ നമ്മളിത് മനസ്സിലാക്കാം. പൈശാചികമായി നമ്മുടെ നാടുകളിൽ എവിടെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടോ, ഉപ്പാപ്പനെടുത്ത് വന്ന് സങ്കടം പറഞ്ഞാൽ, ഉപ്പാപ്പനോട് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ആ പിശാചിന് ഉപ്പാപ്പ പിടികൂടും. ഉപ്പാപ്പ പിടിച്ചാൽ പിന്നെ ഇളകാൻ കഴിയില്ല ഒരു പിശാചിന്. എത്ര ആളുകൾക്ക് ഇവിടെ ഞാൻ അനുഭവമുണ്ട്. ഉസ്താദ് പറയുകയാണ്, ഇവിടെ വന്ന ആ മുദരിസ് ആ ഉസ്താദ് കുട്ടിയും കൂടെ വന്ന് ഉപ്പാപ്പന്റെ അടുത്ത് ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പിശാച് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നൊരു വിഷമം ഉണ്ടായിട്ടില്ല. മലബാറിൽ വാഴുന്ന പിശാചികളെ മുഴുവനും അടക്കാൻ, പിടികൂടാൻ, പിടിക്കാൻ അധികാരം ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾക്കുണ്ട്.